ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇപ്പോൾ പല രീതിയിലുള്ള ആത്മഹത്യാ വാർത്തകളാണ് എല്ലായിടത്തും കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള വാർത്തകൾ. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് എല്ലാവരോടും പറഞ്ഞാലും പിന്നെയും ആത്മഹത്യയിലേക്ക് പോകുന്നവരാണ് ഭൂരിഭാഗം പേരും. ഇന്ന പ്രായമെന്നില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വലുതായവർ വരെ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്യുക, ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുക, അങ്ങനെ തുടങ്ങി വിവാഹം കഴിഞ്ഞാൽ പോലും ആത്മഹത്യ എന്ന കാരണം എല്ലായിടത്തും കേൾക്കുന്നു. ഇപ്പോൾ പിരിഞ്ഞു കഴിയുന്ന ഭാര്യയുടെ വീട്ടിലെത്തി യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവമാണ് പുറത്തു വരുന്നത്. പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടന്നത്. പിരിഞ്ഞു കഴിയുന്ന ഭാര്യയുടെ വീട്ടിലെത്തിയ യുവാവ് തീ കൊളുത്തി മരിച്ചു. ചങ്ങനാശ്ശേരി പൊട്ടശ്ശേരി പുത്തൻപുരയിൽ PB ഹാഷിമാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു PB ഹാഷിമിന്. ഭാര്യയുടെ വലഞ്ചേരിയിലെ വീടിന് മുന്നിൽ ഞായറാഴ്ച രാത്രി 12:30-ക്കാണ് ഈ സംഭവം നടന്നത്. വിവരമറിഞ്ഞ് പത്തനംതിട്ട അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയപ്പോഴേക്കും ഹാഷിം മരിച്ചിരുന്നു. ഹാഷിമും ഭാര്യയും 2 വർഷമായി പിരിഞ്ഞു താമസിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് കരുതുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ ഖബറടക്കി. മക്കൾ ഹാഷിമ, ഹന്ന നസ്രിൻ, 2 പെൺകുട്ടികളാണ്. അതുപോലെ ഹാഷിമിന് പിതാവ് ബദറുദ്ദീൻ കൂടെയുണ്ട്. മാതാവ് മരിച്ചുപോയി, ഷെരീഫ PV. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് അറിഞ്ഞിട്ടും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക പോലും ചെയ്യാതെ, കൂട്ടുകാരോടും ഒന്നും പറയാതെ വിഷമമെല്ലാം ഉള്ളിലൊതുക്കി ഹാഷ്മി അവസാനം അവളുടെ മുന്നിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കുറേയധികം നാളുകളായി തന്നെ ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. മക്കളെ കാണണമെന്ന അതിയായ ആഗ്രഹം ഈ 39-കാരനുണ്ടായിരുന്നു. 2 പെൺമക്കളും വളരെയധികം സ്നേഹത്തോടെയായിരുന്നു ഹാഷ്മിയോടൊപ്പം നിന്നത്. അപ്പോഴാണ് ഭാര്യയുമായി പിരിഞ്ഞു താമസിച്ചതിനെ തുടർന്ന് മക്കൾ ഭാര്യയുടെ അടുത്തേക്ക് പോയത്. മക്കളെ കാണണമെന്ന ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ഹാഷ്മി പറയാറുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് ഭയമായതുകൊണ്ട് തന്നെ ഹാഷ്മിയുടെ അടുത്ത് കാണിക്കുന്നില്ലായിരുന്നു. വല്ലപ്പോഴും മാത്രമാണ് മക്കളെ കാണുക. അവരോർക്ക് സ്നേഹം നൽകാതെ, അവരുടെ സ്നേഹം കിട്ടാതെയായിരുന്നു ഹാഷ്മിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായിരുന്നത്. തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയപ്പോഴേക്കും ഹാഷ്മി വെന്തു മരിച്ചിരുന്നു. അടുത്തേക്ക് പോകാൻ പോലും പറ്റാത്തത്ര ചൂടായിരുന്നു. ഹാഷിമും ഭാര്യയും 2 വർഷമായി തന്നെ പിരിഞ്ഞു താമസിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഹാഷ്മിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. അവളുടെ മുന്നിൽ തന്നെ ഞാൻ മരിച്ചു വീഴും, എൻ്റെ മക്കളെ എനിക്ക് കാണണം, അവസാനം മരിക്കുന്നതിന് മുൻപ് എൻ്റെ മക്കളെ കൂടി കാണണമെന്ന് ഹാഷ്മി പറയുമായിരുന്നു. സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിലും അവരോടൊന്നും വിഷമം പങ്കുവെക്കാറില്ലായിരുന്നു. ഭാര്യയുമായി അകന്ന് താമസിക്കുന്ന ഒട്ടും സഹിക്കാനാവാത്ത വേദന തന്നെയാണ്. പല പ്രശ്നങ്ങൾ കാരണവും പിരിഞ്ഞു താമസിക്കുന്നവർ പിന്നീട് ഒരുമിക്കുന്ന കാലം തന്നെയാണ്. എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ 2 വർഷമായി തന്നെ സ്വന്തം വീട്ടിലായിരുന്നു ഹാഷിമിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങളെ കാണണമെന്ന അതിയായ മോഹം അച്ഛൻ എന്ന നിലയിൽ ഹാഷിമിനുണ്ടായിരുന്നു. എന്നാൽ അതുപോലും സാധിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഹാഷിമിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇനി തനിക്ക് ആരുമില്ല എന്നും തന്റെ ഉമ്മയും മരിച്ചു, ഇനി ബാപ്പ മാത്രമാണ് ബാക്കിയുള്ളതെന്നും ഹാഷിമിന് അറിയാമായിരുന്നു. എന്നിട്ടും ആ ഉപ്പയെ തനിച്ചാക്കി 2 മക്കളുടെ മുന്നിലും ഭാര്യയുടെ മുന്നിലുമാണ് ഇപ്പോൾ ഹാഷിം യാത്ര പറഞ്ഞു പോയത്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് തന്നെ അതിനെ പറയണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.